പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളും ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിലുണ്ടായ കുതിച്ചുചാട്ടവുമാണ് രൂപയ്ക്ക് വൻ തിരിച്ചടിയായത്. രൂപ വീണ്ടും റെക്കോർഡ് താഴ്ചയിലെന്ന വാർത്ത ഒരു സാധാരണക്കാരനെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ഒരു ഡോളറിന് കൂടുതൽ രൂപ നൽകേണ്ടി വരുമ്പോഴാണല്ലോ ഈ പ്രതിഭാസം ഉണ്ടാവുന്നത്. അങ്ങനെയെങ്കിൽ രൂപയുടെ മൂല്യം കുറഞ്ഞാൽ പെട്രോളിന് എന്ത് സംഭവിക്കും? സ്വർണ്ണവിലയിൽ എന്ത് മാറ്റം വരും? അതേസമയം ചില കമ്പനികൾക്ക് ഇത് എങ്ങനെ ഗുണകരമാകും? ഡോളറിൻ്റെ കരുത്ത് ഇന്ത്യയുടെ ജീവിത ചെലവിനെ എങ്ങനെ ബാധിക്കുന്നു? സാമ്പത്തിക വിദഗ്ധരും റിസർവ് ബാങ്കും ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? രൂപയുടെ ഈ മൂല്യമിടിവ് ഇന്ത്യക്ക് പൂർണ്ണമായും ഒരു തിരിച്ചടിയാണോ, അതോ ചൈനീസ് യുവാനേക്കാൾ ആഗോള വിപണിയിൽ ഇന്ത്യക്ക് മത്സരക്ഷമത നൽകുന്ന ഒരു ഘടകമാണോ ഇത്? ലെറ്റ് മീ എക്സ്പ്ലെയിൻ. ഒരു അമേരിക്കൻ ഡോളർ വാങ്ങാൻ എത്ര ഇന്ത്യൻ രൂപ വേണം എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് രൂപയുടെ വിനിമയ നിരക്ക്. ഉദാഹരണത്തിന്, ഇന്നലെ ഒരു ഡോളറിന് 95 രൂപ നൽകിയാൽ മതിയായിരുന്നു എന്ന് കരുതുക. ഇന്ന് അതിന് 96 രൂപ നൽകേണ്ടി വരുന്നുവെന്ന്. അവിടെ രൂപയുടെ മൂല്യം കുറഞ്ഞതായും ഡോളറിൻ്റെ മൂല്യം ഉയർന്നതായും കണക്കാക്കും. ഇത് വെറും കണക്കല്ല, രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രധാന സൂചകമാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി വിപണി വലിയ അസ്ഥിരതയിലൂടെയാണ് കടന്നുപോകുന്നത്. ഈ വർഷം മെയ് മാസത്തിൽ ഡോളറിനെതിരെ രൂപയുടെ മൂല്യം റെക്കോർഡ് താഴ്ചയായ 96.96 വരെ എത്തിയിരുന്നു. ഇതിന് പ്രധാന കാരണം അന്താരാഷ്ട്ര വിപണിയിലെ എണ്ണവില വർധനവാണ്. ഏപ്രിൽ മാസത്തിൽ ബ്രന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $126 വരെ ഉയർന്നിരുന്നു. എന്നാൽ പശ്ചിമേഷ്യയിലെ ആക്രമണങ്ങളിൽ താൽക്കാലിക ആശ്വാസം വന്നതോടെ ക്രൂഡ് ഓയിൽ വില $85 താഴുകയും രൂപയുടെ മൂല്യം 95.9 നിലവാരത്തിലേക്ക് നേരിയ തോതിൽ മെച്ചപ്പെടുകയും ചെയ്തു. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം, ഇന്ത്യൻ രൂപ ഇപ്പോൾ ഓവർ വാല്യൂഡ് അല്ല, മറിച്ച് അണ്ടർ വാല്യൂഡ് ആണ്. എന്താണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഈ ഓവർ വാല്യൂഡ്, അണ്ടർ വാല്യൂഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു കറൻസിയുടെ യഥാർത്ഥ ശേഷി അളക്കാൻ റിസർവ് ബാങ്ക് ഉപയോഗിക്കുന്ന പ്രധാന ഇൻഡെക്സുകളാണ് നീർ അഥവാ നോമിനൽ എഫക്റ്റീവ് എക്സ്ചേഞ്ച് റേറ്റും റെയർ അഥവാ റിയൽ എഫക്റ്റീവ് എക്സ്ചേഞ്ച് റേറ്റ്. ഡോളറിനെതിരെ മാത്രം നോക്കാതെ ഇന്ത്യയുടെ പ്രധാന 40 വ്യാപാര പങ്കാളിത്ത രാജ്യങ്ങളുടെ കറൻസികളുമായി രൂപയെ താരതമ്യം ചെയ്യുന്ന സൂചികകളാണിവ. രൂപയുടെ വില തീരുമാനിക്കുന്നത് ആവശ്യവും ലഭ്യതയുമാണ്. അതിൻ്റെ പ്രധാന കാരണങ്ങൾ ഇവയാണ്. 1. നമ്മുടെ ഇറക്കുമതി കൂടുതലാകുക. ഇന്ത്യ വലിയ തോതിൽ ഇറക്കുമതി ചെയ്യുന്നത് ക്രൂഡ് ഓയിൽ, സ്വർണം, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, സെമി കണ്ടക്ടറുകൾ എന്നിവയൊക്കെയാണ്. ഇവ വാങ്ങാൻ ഡോളർ വേണം. ഡോളറിനുള്ള ആവശ്യം കൂടുമ്പോൾ ഡോളറിൻ്റെ വിലയും ഉയരും. അത് സ്വാഭാവികവുമാണ്. അതോടെ രൂപയ്ക്ക് മേൽ കടുത്ത സമ്മർദ്ദവും ഉണ്ടാകും. 2. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ ശക്തമാകുന്നത്. അമേരിക്കൻ പലിശ നിരക്ക് ഉയരുമ്പോൾ ആഗോള നിക്ഷേപകർ അമേരിക്കയിലേക്ക് പണം മാറ്റും. അതോടെ ഇന്ത്യയിൽ നിന്നുള്ള വിദേശ നിക്ഷേപം കുറയും. അതും രൂപയെ ദുർബലമാക്കും. 3. എണ്ണവില ഉയരുന്നത്. ഇന്ത്യ ആവശ്യമായ ക്രൂഡ് ഓയിലിൻ്റെ ഭൂരിഭാഗവും ഇറക്കുമതി ചെയ്യുകയാണ്. എണ്ണവില കൂടുമ്പോൾ കൂടുതൽ ഡോളർ ചെലവാക്കണം. അതിൻ്റെ സമ്മർദ്ദം രൂപയിലും പ്രതിഫലിക്കും. ആദ്യം പെട്രോൾ, ഡീസൽ മേഖലയെക്കുറിച്ച് പറയാം. എണ്ണ ഡോളറിൽ വാങ്ങുന്നതിനേക്കാൾ രൂപ ദുർബലമാവുകയും ഇറക്കുമതി ചെലവ് ഉയരുകയും ചെയ്യും. അത് പിന്നീട് ഇന്ധനവിലയിലും ഗതാഗത ചെലവിലും സാധനങ്ങളുടെ വിലയിലും പ്രതിഫലിക്കാം. മറ്റൊന്ന് സ്വർണ്ണമാണ്. സ്വർണ്ണവും ഡോളറിലാണ് വാങ്ങുന്നത്. രൂപയുടെ മൂല്യം കുറഞ്ഞാൽ സ്വർണ്ണവില ഉയരാനുള്ള സാധ്യത കൂടുതലാണ്. അടുത്തത് വിദേശ വിദ്യാഭ്യാസമാണ്. അമേരിക്കയിലോ യൂറോപ്പിലോ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഫീസ് ഡോളറിലോ യൂറോയിലോ വേണം അടയ്ക്കേണ്ടത്. രൂപയുടെ മൂല്യം കുറഞ്ഞാൽ അതേ ഫീസിന് കൂടുതൽ രൂപ നൽകേണ്ടി വരും. 4. വിദേശ യാത്രകളാണ്. രൂപയുടെ മൂല്യം ഇടിയുന്നത് വഴി ഹോട്ടൽ, വിമാന ടിക്കറ്റ്, ഷോപ്പിംഗ് എല്ലാം കൂടുതൽ ചെലവേറിയതായി മാറും. അതേസമയം ആഭ്യന്തര ഉൽപ്പാദനത്തിന് വലിയ പിന്തുണയും ഇതുവഴി ലഭിക്കുന്നുണ്ട്. വിദേശത്ത് നിന്ന് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് ചെലവേറിയതാകുന്നതോടെ തദ്ദേശീയമായി നിർമ്മിക്കുന്ന വസ്തുക്കൾക്ക് ഇന്ത്യൻ വിപണിയിൽ പ്രിയമേറും. അതേസമയം ചിലർക്കൊക്കെ ഇതുകൊണ്ട് വലിയ ഗുണങ്ങളുമുണ്ട്. കയറ്റുമതിക്കാർ, IT കമ്പനികൾ, ഫാർമ കമ്പനികൾ, ടെക്സ്റ്റൈൽ, ജ്വല്ലറി ഉടമകൾ എന്നിവർക്ക് വിദേശത്തു നിന്ന് ലഭിക്കുന്നത് ഡോളറാണ്. അതേ ഡോളർ ഇന്ത്യയിൽ രൂപയാക്കുമ്പോൾ കൂടുതൽ രൂപ ലഭിക്കും. അതുകൊണ്ട് ചില കയറ്റുമതി മേഖലകൾക്ക് രൂപയുടെ ഇടിവ് മത്സരക്ഷമത വർദ്ധിപ്പിക്കാനും സഹായിക്കും. ചൈന പോലെയുള്ള നിർമ്മാണ ഭീമന്മാരുമായി വിലയുടെ കാര്യത്തിൽ മത്സരിക്കാൻ ഇന്ത്യൻ കമ്പനികൾക്ക് ഇത് അനുകൂലമായ സാഹചര്യമൊരുക്കുന്നു. ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരാൾ $1000 അല്ലെങ്കിൽ അതിന് തുല്യമായ വിദേശ കറൻസി അയച്ചാൽ
രൂപയുടെ മൂല്യം താഴ്ന്നു നിൽക്കുകയാണെങ്കിൽ കുടുംബത്തിന് ലഭിക്കുന്ന രൂപ കൂടുതലാകും. അതുകൊണ്ടാണ് ചില പ്രവാസികൾ രൂപയുടെ ഇടിവിനെ അനുകൂലമായി കാണുന്നത്. രൂപയെ ഒരു നിശ്ചിത നിരക്കിൽ നിർത്തുക എന്നതല്ല RBIയുടെ ലക്ഷ്യം. അമിതമായ ചാഞ്ചാട്ടം ഒഴിവാക്കുകയാണ് പ്രധാന ഉത്തരവാദിത്തം. അതിന് വിദേശ നാണ്യശേഖരത്തിലുള്ള ഡോളർ വിറ്റും വാങ്ങിയും വിപണിയിൽ ഇടപെടും. ഇതിലൂടെ കറൻസിയുടെ വലിയ അസ്ഥിരത കുറയ്ക്കാനാണ് RBI ശ്രമിക്കുന്നത്. അമേരിക്കൻ ഫെഡറൽ റിസർവ് ബാങ്കിൻ്റെ വിവരങ്ങൾ പ്രകാരം 2024 ചൈനീസ് യുവാൻ ഇന്ത്യൻ രൂപയേക്കാൾ മുന്നിലായിരുന്നു. എന്നാൽ നിലവിലെ കണക്കനുസരിച്ച് ചൈനീസ് യുവാൻ്റെ ഇൻഡെക്സ് 92.24 ആയിരിക്കുമ്പോൾ രൂപയുടേത് 90.15 ആണ്. അതായത് ചൈനീസ് യുവാനേക്കാൾ അന്താരാഷ്ട്ര വിപണിയിൽ ഇപ്പോൾ മത്സരശേഷിയും ആകർഷകത്വവും കൂടുതൽ ഇന്ത്യൻ രൂപയ്ക്കാണ് എന്നർത്ഥം. അതിനാൽ ഡോളറിനെതിരെ രൂപയുടെ മൂല്യം താഴുന്നത് പൂർണ്ണമായും ഒരു ദുരന്തമല്ല. തൽക്കാലത്തേക്ക് എണ്ണവിലയും ഇറക്കുമതി ചെലവും വർദ്ധിക്കുമെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ കയറ്റുമതി കൂട്ടാനും ആഭ്യന്തര ഉൽപ്പാദനം മെച്ചപ്പെടുത്താനും രൂപയുടെ ഈ അണ്ടർ വാല്യുവേഷൻ സഹായിച്ചേക്കാം. ആഗോള സാഹചര്യങ്ങൾ ശാന്തമാകുന്നതോടെ രൂപ വീണ്ടും അതിൻ്റെ സ്വാഭാവിക മൂല്യത്തിലേക്ക് തിരികെ എത്തുമെന്നാണ് റിസർവ് ബാങ്കിൻ്റെ വിലയിരുത്തൽ. രൂപയുടെ മൂല്യം എന്നത് ഒരു സാമ്പത്തിക കണക്ക് മാത്രമല്ല, ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ ആരോഗ്യ സൂചികകളിലൊന്നുകൂടിയാണ്.